പയർ തൈ 2 ഇല 3 ഇല പ്രായമാകുമ്പോൾ ഇങ്ങനെ മുരടിപ്പ് വരാറുണ്ട്. അപ്പോൾ ഈ മുരടിപ്പ് സാധാരണ രീതിയിൽ വരുന്നത് മഞ്ഞ് വീഴുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നല്ല മഞ്ഞാണ്. ഇത് തനിയെ മാറും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അടിവളം നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വലുതാകും തോറും ഇത് മാറി വരും. കാരണം തൈക്ക് നല്ല ആഹാരമുണ്ടെങ്കിൽ അതിന് ചെറുതിലേ വരുന്ന അസുഖങ്ങളൊന്നും മുന്നോട്ട് പോകാൻ നേരത്ത് വലുതായിട്ട് ബാധിക്കില്ല. ഇത് മത്തനാണ്. ഇത് കണ്ട എല്ലാം കുരുടിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ വരും. ഇതുപോലെ പയർ നടാൻ നേരത്ത് വരുന്നുണ്ടെങ്കിൽ ആരും പുഴുത് കളയരുത്. ഇതിനെ നമ്മൾ ഒരു മരുന്നും ഇതിനടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് കണ്ട എല്ലാത്തിലും കുരുടാണ്. ഇതിനടിവളം ധാരാളമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 ബക്കറ്റ് ചാണകം, 1 ബക്കറ്റ് കോഴിവളം ഇട്ടിട്ടുണ്ട്. ഇതുപോലെ വന്ന തൈകളാണ്. ഇത് കണ്ട യാതൊരു കുരുടിപ്പും ഇല്ലാതെ വരുന്നത്. നേരത്തെ കാണിച്ചത് കണക്ക് കുരുടിച്ച് വന്ന തൈകളാണിത്. അടിവളമായിട്ട് നല്ല വളമുള്ളത് കൊണ്ട് മുന്നോട്ട് വരുന്ന ഇലകളെല്ലാം നല്ല ഫ്രഷായിട്ടാണ് പിന്നീട് വരുന്നത്. ഓക്കെ, തൈയുടെ ഭംഗി നോക്കിയേ. ഇതേണ്ട മുന്നോട്ട് വരുന്ന ഇലകളെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. പടത്താറായിട്ടുണ്ട്. നമ്മളിവിടെയും 10 അടി പൊക്കത്തിൽ മുള നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ കമ്പിയും വലിച്ചിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് ചരട് വെച്ച് പടത്തിയാൽ മതി. ഇതേണ്ട നല്ല ഉഗ്രൻ തൈ. അപ്പോൾ മൊസൈക്ക് രോഗം വന്നാലും നമ്മൾ ആ ചെടി പുഴുത് കളയരുത്. അടിവളം നന്നായിട്ടുണ്ടെങ്കിൽ ആ ചെടിയും നല്ലതുപോലെ തിളിർത്ത് നമുക്ക് നല്ല വിളവ് കിട്ടും. സാധാരണ രീതിയിൽ ഇതുപോലെ മുരടിപ്പ് വരുന്ന തൈകളെല്ലാം ആൾക്കാർ പുഴുത് കളയുകയാണ് ചെയ്യുന്നത്. ഇതുണ്ട് മുരടിച്ച് വന്ന പയർ ചെടികളാണ്. ക്ലിയറായിട്ട് ഇത് 20 ദിവസം പ്രായമായ തൈയാണ്. ഇത് 13 ദിവസം പ്രായമായ തൈയാണ്. ഒരു 7 ദിവസം കൂടി ആകുമ്പോൾ ഇതും നേരത്തെ കാണിച്ചത് കണക്കാവും. ഇതൊക്കെ ഇപ്പോൾ മൊസൈക്ക് രോഗം കണക്ക് വന്ന് നിൽക്കുകയാണ്. എല്ലാം ചക്കട ചുക്കടായി നിൽക്കുകയാണ്. ദേ